ഹായ് മച്ചാമാരെ, നമ്മളാ ചങ്ക് ഇതോ ബിബിൻ ചേട്ടനും ഉണ്ട്. നമ്മ ഇപ്പൊ മാൾട്ടയിലാണ്. നമ്മ നൈസായിട്ട് ഇപ്പൊ ഒരു ഷോപ്പിങ്ങിന് പോണേണ്. സാധനങ്ങളൊക്കെ മേടിക്കണ്ടപ്പാ. മേടിക്കണം പാ. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങാം. നമ്മളെ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കണ്. ഇനി ഇവിടുന്ന് പയ്യെ നടന്നിറങ്ങാന്നാണ് ഇപ്പൊ ചിന്തിച്ചിരിക്കണത്. ഇനി പയ്യെ നടന്ന് അല്ലേ നടന്നങ്ങോട്ട് പോവാ. നടന്ന് ഊപ്പാട്ട് വരുമെന്നാ തോന്നുന്നേ. നടന്ന് വയ്യ. ചൂടാണെന്ന് വെച്ചാൽ ചൂട്, തണുപ്പാണെന്ന് വെച്ചാൽ തണുപ്പ്, രണ്ടും കെട്ടൊരവസ്ഥ. അങ്ങനെ ഇപ്പൊ നടന്ന് മൾട്ടിയിലെ തെരുവുകളിൽ കൂടി വന്ന് ഇപ്പൊ ഇവിടെ നമ്മളാ മലയാളീസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അതെ, മലയാളികളുടെ ഷോപ്പ് സ്പൈസ് വെൽ. അവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ അരിയും എല്ലാ സാധനവും കിട്ടും അവിടെ. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കേണ്ട സാധനങ്ങളില്ല, എല്ലാം അവിടെ കിട്ടും. അതിൻ്റെ സെറ്റപ്പാണ് ഇത്. നമ്മുടെ അടുത്ത് തന്നെ നൈസായിട്ട് വേറൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ പിള്ളേരെയൊക്കെ കളിപ്പിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും വേറെ മൂടാണ്. നമുക്കിവിടെ വേറൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അടുത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു അത്യാവശ്യം മലയാളികളുടെ സാധനങ്ങൾ അത്യാവശ്യം കിട്ടണ ഒരു സൂപ്പർ മാർക്കറ്റാണ് പവിന്ന്. അപ്പം നമ്മൾ പവിയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പം നേരെ കയറുക, സാധനങ്ങൾ മേടിക്കുക, എന്തെങ്കിലും ഉണ്ടാക്കി തിന്നണം അല്ലേ, അല്ലെങ്കിൽ പട്ടണി. ആണ് അവസ്ഥ. ഭോഗമാണ്. അവസ്ഥയൊന്നുമില്ല, നല്ല അവസ്ഥ തന്നെ. നല്ല ഉണ്ടാക്കി കഴിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ സാധനത്തെ പിടിച്ച് നിൽക്കുക, വെയിറ്റ് ചെയ്യുക. ആ റെഡ് മാറി ഗ്രീൻ ആകുമ്പോൾ അങ്ങോട്ട് കയറുക. ഞാനേ വേറൊരു സെക്ഷൻ കാണിച്ചിട്ടെ, കിടിലൻ സെക്ഷൻ. അയ്യോ, കണ്ണുള്ളിപ്പൂ കാണിച്ചു തരാം. വെയിറ്റ് ആൾക്കാർ നോക്കണേ, അതാണ്. ഇപ്പൊ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റത്തെ ഭാഗം അങ്ങനെ എടുക്കാഞ്ഞെന്ന് വെച്ചാൽ വല്ല റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടാകുന്നറിയാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് ആ ഭാഗം മാത്രം ഞാൻ അങ്ങനെ എടുത്ത് ഒതുക്കത്തിൽ. ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ഇവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ മറ്റേ കേരള സ്റ്റോർ, അവിടെ ഇപ്പി ഇട്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പി കഴിക്കാനുള്ള ഒരു മൂഡ് നൈസായിട്ട് ചെന്ന് നോക്കണം. സാധനം കിട്ടിയ വെറുതെ കോളാണ്, ലോട്ടറിയാണ് അല്ലേ. നോക്കാം, സെറ്റാക്കാം നമുക്ക്. അമാരെ അങ്ങനെ ഷോപ്പിംഗ് അങ്ങനെ വയ്യ ചാക്കും പിടിച്ച് നടന്നു പോണേന്. ഇപ്പൊ എല്ലാം ബസ് എന്തെങ്കിലുമൊക്കെ കയറി പോകണം, അല്ലാണ്ട് റൂം വരെ എത്തൂല. ഷോകൂണ് എന്താല്ലേ. അങ്ങനെ നമുക്ക് നടന്നുകൊണ്ടൊന്നുമില്ല. ഫോൺ അടിക്കേണ്ടത് നമ്മുടെ മച്ചാനും കിട്ടി ബസ്സിലും കയറി സാധനങ്ങൾ കയറി പോണേ. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഈസായിട്ടൊരു പണി പാളി. അങ്ങനെ പിടിച്ച് ഇങ്ങനെ നൈസായിട്ടൊരു കോൺഫിഡൻസിൽ വന്നെ കുത്തി നിറച്ചു. പക്ഷെ പൊട്ടിപ്പോയി, നൈസായിട്ട് റോഡിലോട്ട് പോയി. ഒരു പണി പാളി പോയി. എൻ്റെ ദൈവമേ, അങ്ങനെ എൻ്റെ പൊന്നു അച്ഛന്മാരെ സാധനം പൊക്കാൻ പറ്റാണ്ട് അവസാനല്ലേ നമ്മളെ അവസാനത്തെ സാധനം കയ്യിൽ തൂക്കി പിടിച്ചിട്ട് പോണ്ട്. ഇവിടെ കാണിച്ചേ ഇത്ര നേരം എന്താണ് കയറ്റി വെച്ചിട്ട് ഇപ്പൊ ഇറക്കിയത്. എന്താണ് ഇപ്പൊ ഇറക്കിയത്? എന്താ അല്ലേ ലൈഫ് തന്നെ. നമ്മളെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടി എല്ലാം തീർന്ന് കവർ പൊട്ടിച്ച് റോഡിലിട്ട് എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി വന്നിങ്ങനെ. അപ്പൊ നമ്മളിപ്പോ റൂമിലെത്തിയപ്പാ. ഇപ്പോഴേ നമ്മൾ റൂമിലെത്തി. ഇനി ഫുഡിന്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് കാണാം. ബൈ. ഇന്ന് എന്തായാലും രാത്രി ചിക്കൻ കറിയും പരിപാടിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇതാണ്.
കാരണം അത് പണി ഓൺ പ്രോഗ്രസ്സിലാണ്. അപ്പം പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. A few moments later.